ഇന്ന് നമ്മുടെ ചിന്നമ്മയുടെ വീട്ടിൽ നമുക്ക് വിരുന്നായിരുന്നു കേസ്. അപ്പം ഞാനും അണ്ണനും എൻ്റെ അമ്മായും ബിൻചായും അച്ചും നമ്മുടെ മക്കളും കൂടാണ് പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വേണ്ട ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ച് തൊട്ടടുത്ത കടയിൽ കയറി ബേക്കറി ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടുത്തെ പപ്സ് നല്ല അടിപൊളി പപ്സാണ് കേസ്. അപ്പോൾ ഏത് കടയാണെന്നൊന്നും എനിക്കറിയത്തില്ല, നല്ല സൂപ്പർ പപ്സ് ആയിരുന്നു. അങ്ങനെ നമ്മൾ പപ്സൊക്കെ വാങ്ങിച്ച് കാരണം കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് അവർക്ക് വേണ്ടിയുള്ള ബേക്കറി ഐറ്റംസ് ഒക്കെ നമ്മൾ വാങ്ങിച്ച് പിന്നെ കൂടെ ഒരു ജ്യൂസും കൂടെ എടുത്തിട്ട് നമ്മൾ രണ്ടുപേരും കൂടെ അങ്ങോട്ട് കഥയൊക്കെ പറഞ്ഞിട്ട് മുന്നോട്ട് പോവുകയാണ് കേസ്. അങ്ങനെ നമ്മൾ പോയി കാറി കയറി. നമ്മുടെ കാലിത് ഓൾറെഡി ഉറക്കമാണ്. നമ്മുടെ ഇഷ ആണെങ്കിൽ നല്ല രീതിയിൽ ഇങ്ങനെ കളിച്ചും ചിരിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ കുഞ്ഞിങ്ങനെ ആക്റ്റീവായിട്ട് ഇരിക്കത്തുള്ളൂ. അങ്ങനെ നമ്മൾ ഒരു മണിയൊക്കെ ആയപ്പോൾ നമ്മുടെ ചിന്നമ്മയുടെ വീടെത്തി. പത്തനാപുരത്തായിരുന്നു. അങ്ങനെ മാമിമാരൊക്കെ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ കുടുംബക്കാരൊക്കെ കൂടുമ്പോൾ നല്ല സന്തോഷമൊക്കെ വൈബല്ലേ. ഇതൊക്കെ എൻ്റെ ചിന്നമ്മയുടെ മക്കളാണ് കേസ്. അപ്പോൾ എല്ലാവരും കൊച്ചു മക്കളാണ്, കൊച്ചനിയത്തിമാരാണ് നമുക്കുള്ളത്. ഇതിൻ്റെ അകത്ത് ഏറ്റവും ചെറുതെന്ന് പറയുന്നത് നമ്മുടെ മാമാടെ മോനാണ്. നമ്മുടെ ഇഷാടേയും കാലത്തിൻ്റെ സെയിം പ്രായമാണ് ഗെയ്സ്. അപ്പം കുഞ്ഞുവാവ, അപ്പോൾ ഇവർ മൂന്നും ഒരേ ഏജാണ്. പിന്നെ നമ്മളെല്ലാം ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളെല്ലാവരും കൂടെ മൗളിൽ പോയി ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി പോവുകയാണ് ഗെയ്സ്. അപ്പം നല്ല അടിപൊളി വെയിലാണ് പുറത്ത്. അങ്ങനെ നമ്മുടെ കാലിതാണെങ്കിൽ നല്ല കരച്ചിലായിരുന്നു. അപ്പോൾ കാലിതിനെയൊക്കെ ഒന്ന് സമാധാനിപ്പിച്ച് നമ്മളാണെങ്കിൽ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കസിൻസ് എല്ലാം കൂടെ കുറേ നാളായി ഇങ്ങനെ ഒരുമിച്ച് കൂടിയിട്ടും ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുത്തിട്ട് എല്ലാവരും അവരവരുടെ തിരക്കിലല്ലേ, കൊച്ചുമക്കളല്ലേ സ്കൂളിലൊക്കെ പോയിട്ട് വരുമ്പോഴത്തേനൊക്കെ. അങ്ങനെ പിന്നെ നമ്മളെല്ലാവരും കൂടെ താഴെ പോയി വീണ്ടും എല്ലാവരും കൂടി ഇരുന്ന് ഒരുമിച്ച് ഇന്ന് കാര്യമൊക്കെ പറയുമായിരുന്നു ഗൈസ്. അപ്പം ഇതാണ് ആ മോളിൽ നിൽക്കുന്നതാണ് കൊച്ചത്ത. അപ്പം ഇവരൊക്കെ നമ്മുടെ കസിൻസ് ആണ്. അപ്പോൾ ഇവർക്കൊക്കെ വീഡിയോസിലൊക്കെ വരാൻ ഭയങ്കര ഇഷ്ടമാണ്. അതായത് 3 മക്കളെയും കൂടി ഞങ്ങൾ ഫോട്ടോയും വീഡിയോസൊക്കെ എടുക്കുകയാണ്. അങ്ങനെ എല്ലാവരും കൂടെ കാര്യമൊക്കെ പറഞ്ഞ് ഒരു 4-4:30 ആയപ്പോഴത്തേക്കും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇത്രയുള്ളൂ. ഇതുപോലത്തുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.